അപ്പോൾ 100 രൂപയുടെ ഞണ്ടിൻ്റെ സൈസ് നോക്കിയേക്കാം. ശരിക്കും നല്ല മണം വരുന്നുണ്ട്. ടേസ്റ്റ് കേട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ധനുഷ്കോടിയിലാണ്. അപ്പോൾ ധനുഷ്കോടിയിൽ നല്ല അടിപൊളി സീ ഫുഡുകളൊക്കെ കിട്ടുന്ന ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട്. നമ്മൾ ഈ ഒരു ധനുഷ്കോടിയിലോട്ട് പോകുന്ന വഴി മുഴുവനും കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് ഇവിടുത്തെ സീ ഫുഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ KK എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ധനുഷ്കോടിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വലിയ തിരക്കില്ലാത്തൊരു സ്ഥലം നോക്കിയാൽ കേട്ടോ. ബാക്കി എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഫുഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മീനൊക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷ് സെലക്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് വെറൈറ്റി മീനുണ്ട് കേട്ടോ. നമ്മൾ കേട്ടിട്ടില്ലാത്തതും കേട്ടതായിട്ടുള്ള ഇഷ്ടംപോലെ മീനുണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അവരത് പ്രിപ്പയർ ചെയ്ത് തരും. നമുക്ക് ഞണ്ട്, കൊഞ്ച്, കണവ, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി മീൻ. ഇന്ന് മീൻ കൊടുവ ഇതേപോലെ 300 രൂപ. 300 രൂപയുടെ കൊടുവയെന്ന് പറയുന്ന മീനാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഒരെണ്ണം എടുക്കാം. ഇനി ഞണ്ടാണുള്ളത്. ഞണ്ട് ഞണ്ട് ഒരു പീസ് 100 രൂപ കേട്ടോ. അപ്പോൾ നമുക്ക് പെരുസ് ഞണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി മീനുണ്ടോ കേട്ടോ. നമ്മൾ കേട്ടതും കേൾക്കാത്തതൊക്കെ ആയിട്ട് ഒരുപാട് മീനുണ്ട്. ഇതൊക്കെ എന്നാ മീനിത്? അയ്യോ, നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ ആയിട്ട് വളർത്തുന്ന ടൈപ്പ് ഒരു മീനുണ്ടല്ലോ, അതുപോലെ ഇരിക്കും. നെറ്റിയൊക്കെ വീർത്തിട്ട്. എൻ്റെ പേരെന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ 2 ഞണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ കൊഞ്ച് 200 രൂപ. ഒരു പ്ലേറ്റൊക്കെ എவ்வளோ കൊഞ്ച്? 15 പീസ്. 15 പീസ് കൊഞ്ച് 200 രൂപ. ഒരു കൊഞ്ച് കാണിച്ചു തരാമോ? തിരക്കേടില്ലാത്ത സൈസ് കൊഞ്ചാണ്. നമ്മുടെ അവിടെ 400 രൂപ വരെ പറയുന്ന കൊഞ്ചാട്ടോ. ഇവിടെ 200 രൂപ. നമുക്ക് കൊഞ്ച് കണവയാണ്. കണവയെന്ന് പറയുമ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് ഒരു പ്ലേറ്റ് വന്നിട്ട് 200 രൂപയാണ്. നമുക്ക് ഹാഫ് ആണെങ്കിലും തരും കേട്ടോ 100 രൂപ. കാരണം ഇത്രയ്ക്ക് നമ്മൾ മേടിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഹാഫ് മതി. അപ്പോൾ ഇതൊരു ഹാഫ് ഗൈസ്. പിന്നെ ഉള്ളത് നമ്മുടെ മലയാളികളുടെ സ്വന്തം അയല. അപ്പോൾ എന്തായാലും ഒരു അയല, ഇത്രയും മീനുകൾ കഴിക്കാൻ എനിക്കറിയില്ല, പാടുപെടും. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നമ്മളൊരു അയല കടി പറയുന്നുണ്ട്. മീനുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ക്ലീൻ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന മീൻ അവർ തന്നെ ക്ലീൻ ചെയ്ത് തരും. ഇവിടെ കുറച്ച് ആൾക്കാർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ കണവയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറേ മീനുകൾ. നമ്മുടെ മീൻ ഇതാ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന കത്തി ഇതുപോലെയുള്ളതല്ല കേട്ടോ, കത്തിരിയാ. കൊടുവ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഞണ്ട് ക്ലീൻ ചെയ്യാം. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് ഞണ്ടല്ല കേട്ടോ. ഇവിടെ വേറെ ഒരു കളറാണ്. അപ്പോൾ 100 രൂപയുടെ ഞണ്ടിൻ്റെ സൈസ് നോക്കി കേട്ടോ. ഇത് വളപ്പുറാല്, കടൽ റാലല്ലേ, പണ്ണയിലുള്ള റാല്. അപ്പം നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനുള്ള പാനും അതുപോലെ തന്നെ ആ ഒരു എണ്ണ ഇങ്ങനെ സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇവരൊരു ഡ്രമ്മിലാണ് ഇവിടെ അവരുടെ അടുപ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. മസാല നല്ല കനത്തിൽ വേണോ ചെറിയ രീതിയിൽ വേണം നമ്മളെന്തായാലും കേരളത്തിലുള്ള ആൾക്കാർ സ്പൈസി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതല്ലേ. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ കളയണ്ട, കന്നമായിട്ട് തന്നെ ഓടാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരുമ്പോൾ അറിയാം എരിയോ ഇല്ലയോ നോക്കാം. കേസ് നോക്ക്, തറയിൽ മുഴുവനും മണ്ണാണ്. ഇപ്പോൾ നമ്മൾ കടപ്പുറത്തിരുന്ന് കഴിക്കുന്ന ആൾക്ക് എൻ്റെ ഫീൽ ചെയ്യും. കേസ് അപ്പം നമ്മുടെ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് പാനിലേക്ക്. നോക്ക്, അത്യാവശ്യം നല്ല സൈസുള്ള കൊഞ്ച് തന്നെ കേട്ടോ. 200 രൂപയാണ് ഒരു പ്ലേറ്റിന് പറയുന്നത്. 15 കൊഞ്ച് ഒരു പ്ലേറ്റിൽ ഉണ്ടാവും. நண்டை இதெல்லாம் பொறிச்சிட்டு அப்புறமா இங்கே போடுவோம். அப்போ சூடி அல்லது നമ്മുടെ മീനുകൾ മസാല ഇടുകയാണ്. നമ്മൾ അയലയും കൊടുവയും മസാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വാവ്, നമ്മുടെ കൊടുവയും അടുപ്പിലോട്ട് കയറിയിട്ടുണ്ട്. കൊടുവയും അയലയും കൊള്ളാം, നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാ മീനുകളും കൂടി ഒരുമിച്ച് ഫ്രൈ ചെയ്യുക കേട്ടോ. ഇതെന്നാ ഓയിലമ്മ? കോക്കനട്ട് ഓയിലാ? ശരിക്കും നല്ല മണം വരുന്നുണ്ട്. നമ്മളെ കണവയും കൊഞ്ചും മീനും ഞണ്ടും ഒക്കെ ഒരുമിച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു മിക്സ് മണമാണ്, നല്ല പുകയാണ്. അടുത്ത നമ്മുടെ ഞണ്ട് വൃത്തിയാക്കുകയാണ്. മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഉപ്പ്,
വെള്ളം ഒരിളക്കം. പിന്നെ നല്ല രീതിയിൽ മസാല ഇങ്ങനെ നമ്മുടെ ഞണ്ടിൻ്റെ പുറത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. നല്ല കളറുണ്ടല്ലോ. അടിപൊളി. നമ്മുടെ ഒരു ഞണ്ട് നോക്കും, ഒരു കൈയുടെ അത്ര ഉണ്ട് കേട്ടാ. വലിയ ഞണ്ടാ. ഒരു ഞണ്ട് 100 രൂപയ്ക്ക് നഷ്ടമില്ല. അങ്ങനെ നമ്മുടെ ഞണ്ടും അടുപ്പേ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹാഫ് ഫ്രൈ ആക്കിയിട്ടുള്ളൂ. നമ്മുടെ മീനിങ്ങനെ മറിച്ചിടുവാണ്. രാവിലെ ഇവിടുന്ന് കടലിൽ നിന്ന് വാങ്ങിക്കുന്ന മീനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കറണ്ടില്ല, ഈ ഒരു ഏരിയയിൽ കറണ്ടും ഇല്ല, റേഞ്ചും ഇല്ല ഫോണിന്. അപ്പോൾ അത് ചീത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ബോക്സിനകത്ത് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. നമ്മുടെ ഞണ്ടിങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമ്മുടെ മീനുകളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീനുകളൊക്കെ നമ്മുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. 200 രൂപയുടെ ഞണ്ട് എന്ന് വെച്ചാൽ ഒരു ഞണ്ടിന് 100 രൂപ. അതുപോലെ തന്നെ 80 രൂപയുടെ അയല, 300 രൂപയുടെ കൊടുവ, കൊഞ്ച് 200 രൂപ, കണവ വന്നിട്ട് 100 രൂപ. ശരിക്കും അവർ പറയുന്നത് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് വാങ്ങിക്കുന്ന മീനെന്നാണ്. കാരണം ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ ഐസ് ഇട്ട ഫ്രീസറിലാണ് ഇവിടെ മീൻ സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതുപോലെ കൊഞ്ച് വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ 500 രൂപ കുറയാതെ കൊടുക്കണം തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ടൈപ്പ് ഞണ്ടല്ല. പിന്നെ കൊഞ്ച് ക്വാണ്ടിറ്റി സാധാ ഉള്ള പോലെയൊക്കെ തന്നെയാണ്. പിന്നെ കണവ വൃത്തിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മീനുകളും വൃത്തിയാണ്. കൊള്ളാം. ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പോകുന്നത് ചോറാണ്. ചോറൊക്കെ ഇട്ട് കൊടുക്കും. നല്ല ചൂട് ചോറ്. ഇനി നമുക്ക് ഈ ചോറിനോട് കഴിക്കാനായിട്ട് മീൻ കുഴമ്പാണ്, മീൻ കറിയാണ്. അപ്പോൾ അത് കുറച്ച് ലേറ്റാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരുന്നവരെ നമ്മൾ കാത്തിരുന്നാൽ ഈ ഐറ്റംസിൻ്റെയൊക്കെ ചൂട് പോകും. പിന്നെ കഴിക്കാൻ കൊള്ളത്തില്ല എന്നാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആദ്യം നമുക്ക് നമ്മുടെ കൊഞ്ച് നോക്കാം. ഒരുപാട് മസാലാസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്തായാലും നമ്മളെ കണവ നോക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ കണവയുടെ ടേസ്റ്റ് ഒട്ടും പോയിട്ടില്ല. ഒന്നും പറയാനില്ല. ഇനി നമുക്ക് അയല ട്രൈ ചെയ്ത് നോക്കാം. അയലയ്ക്ക് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഒരുപാടങ്ങ് വറുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. നല്ല രസമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൊടുവ അസാധ്യ സാധനം, ഒരു രക്ഷയില്ല. കുറച്ച് നെയ്യാണ് ഇനി, നല്ല മാംസം. ഫൈനലി നമുക്ക് നമ്മുടെ ഞണ്ട്, അത് ഞണ്ടിൻ്റെ കാലിൻ്റെ സൈസ് നോക്കി വലിയ സൈസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ചെറിയ ഞണ്ടെടുത്ത് നമ്മുടെ ഞണ്ടിൻ്റെ മാംസമാണ്. ഇതുപോലെ ഇങ്ങനെ ഈ ഒരു മസാലയിൽ ഇങ്ങനെ മുക്കി രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അവിടെ കിട്ടുന്ന ടൈപ്പ് ഞണ്ടല്ല ഇത്, പക്ഷേ അസാധ്യ ടേസ്റ്റ് കേട്ടോ. ഭയങ്കര സൈസാണ്.
ശരിക്കും 100 രൂപയ്ക്ക് ഇത് എനിക്ക് ഭയങ്കര വൃത്തിയായിട്ട് തോന്നി കേട്ടോ. അടിപൊളി. കടിച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര കട്ടി ചെയ്യുന്നത് തോടിന്. കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ചോദിക്കണം. ഇപ്പം നമ്മുടെ ഞണ്ട് ഭയങ്കര ഹാർഡാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിങ്ങനെ പൊട്ടിച്ച് തരാണ്. ഓക്കെ, ആ ഞണ്ടിൻ്റെ ഒരു ഫ്ലഷ് ഇരിക്കുന്ന നോക്കിയേ, എന്ത് സോഫ്റ്റാണെന്ന് അറിയാമോ. ഇതും ദാ ഈ ഒരു കറിയും കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചാണ്ടല്ലോ എൻ്റെ സാറേ, പുറക്കും കാണാൻ പറ്റത്തില്ല. നല്ല മസാല കേട്ടോ, ഓവർ മസാലയൊന്നും അല്ല, എന്നാലും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ മസാല. രസമാ രസമായി വേറെ എന്തോ വരുന്നുണ്ട്. ഇതെന്താ മീൻ? നവര. നമ്മുടെ നാട്ടിലെ നവര കേട്ടോ. നവര സീ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും മറ്റേ എന്തിനേക്കാളും കുറച്ച് ഒരു പടി മുന്നോട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഈ ഞണ്ടിൻ്റെ ഈ ഒരു ഫ്ലഷ് ഉണ്ടോ, ഇത് ഞണ്ടിൻ്റെ ഫ്ലഷ് എടുത്ത് ഇതിലിങ്ങനെ ഞാൻ അപ്പോൾ ഇതെന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ വരുന്നവർ കഴിക്കുക. ഓക്കെ അമ്മ, താങ്ക് യു. പേരെന്നാ? അപ്പോൾ നമ്മൾ ഇത്രയും ഫുഡ് കഴിച്ചാൽ നമുക്ക് 1100 രൂപയാണ് ആയത്, 1150 രൂപ. അപ്പോൾ എന്തായാലും ധനുഷ്കോടിയിൽ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ സീ ഫുഡ് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ കഴിച്ച ഹോട്ടലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ KKM എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ് ധനുഷ്കോടി പോകുന്ന വഴിക്ക്. ഇതാണ് രാമലക്ഷ്മി അമ്മ, ഇവിടുത്തെ അമ്മയാണ് അമ്മ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റു സ്ഥലത്ത് വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും